തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയ നിയമനങ്ങളിൽ ഇടപെട്ട് CPM. ആയമാരുൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ CPM നേതാക്കളുടെ ഇടപെടൽ വ്യാപകമാണ്. LC സെക്രട്ടറി, 3 LC അംഗങ്ങൾ, 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ നിയമനം തേടി. കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് പാർട്ടി സ്ഥിരീകരിച്ചയാളും ഭരണസമിതിയിലുണ്ട്. അതേസമയം ശിശുക്ഷേമ സമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ശിശുക്ഷേമ സമിതി ഓഫീസിലെ ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിലാണ് വ്യാപകമായി CPM പ്രാദേശിക നേതാക്കളുടെ തള്ളിക്കയറ്റം ഉണ്ടായിട്ടുള്ളത്. ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 2 ബ്രാഞ്ച് സെക്രട്ടറിമാരുമാണ് നിയമനം നേടിയത്. കൊലക്കേസ് പ്രതിയും കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പാർട്ടി സ്ഥിരീകരിച്ചയാളും സമിതിയുടെ ഭരണത്തലപ്പത്തുണ്ട്. 2.5 വയസ്സുകാരിയോട് കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയ ആയമാർ എങ്ങനെ ശിശുക്ഷേമ സമിതി ജീവനക്കാരായെന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് കൂടുതൽ നിയമനങ്ങളിലെ പാർട്ടി പങ്ക് പുറത്തുവരുന്നത്. ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ വ്യക്തിയാണ് നിയമനം നേടിയിരിക്കുന്നവരിൽ പ്രമുഖൻ. അതേസമയം ശിശുക്ഷേമ സമിതിയിൽ നടന്ന ക്രമക്കേടിലും ആയമാർ നടത്തിയ അതിക്രമത്തിലും വ്യാപകമായ പ്രതിഷേധവും ഉയരുകയാണ്. മഹിളാ ഐക്യവേദി ശിശുക്ഷേമ സമിതിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അമ്മമാരുടെ പ്രതിഷേധം, മഹിളാ ഐക്യവേദിയുടെ പ്രതിഷേധം. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മഹിളാ ഐക്യവേദി ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനെതിരെ സമഗ്ര അന്വേഷണം വേണം. പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടാനാണ് നിങ്ങളുടെ സമിതിയിൽ എത്തുന്നത്. അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഏർപ്പെടുത്തണം. സർക്കാരും പോലീസുമായിട്ടുള്ള ഒത്തുകളി അവസാനിപ്പിക്കണം. വിഷയത്തിൽ കൃത്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഗവൺമെന്റ് ചില സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിച്ചതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.